അനിമോളുടെ കണ്ണുനീര് കണ്ടിട്ട് നമ്മുടെ ലാലേട്ടൻ്റെ കൂടെ കരഞ്ഞിരിക്കുകയാണ് കേട്ടോ. അത് ലാലേട്ടൻ തന്നെ പറഞ്ഞു, എൻ്റെ കണ്ണ് നിറഞ്ഞു, എനിക്ക് വിഷമമായി എന്ന്. എന്താ കാരണം എന്നറിയണ്ടേ? നമ്മുടെ അനിമോള് അതുപോലെ തന്നെ ആദില തമ്മിലുള്ളൊരു ഫ്രണ്ട്ഷിപ്പ്, അതിൻ്റെ ഒരു ആഴം അത് കാണിക്കുന്ന ഒരു ടാസ്ക് ഉണ്ടായിരുന്നു ഇന്ന്. അതായത് എല്ലാവരുടെയും ഫേസ് ഉള്ളൊരു പില്ലോ. അപ്പോൾ അവരവർക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാർക്ക് ആ ഒരു പില്ലോ കൊടുക്കാം. അപ്പം നമ്മുടെ അനിമോൾക്ക് കിട്ടിയപ്പം അനിമോൾ അത് ആദിലയ്ക്ക് നൂറയ്ക്കും കൂടെ കൊടുത്തപ്പോൾ ലാലേട്ടൻ പറഞ്ഞു പറ്റില്ല, ഒരാൾക്ക് കൊടുക്കണം. അങ്ങനെ ആദിലയ്ക്ക് കൊടുത്തു. ആദില തിരിച്ചു കൊടുത്തത് അനിമോൾക്കാണ്. എന്നിട്ട് ആദില പറയുന്നുണ്ട്, അവൾക്ക് എന്നെയും എനിക്ക് അവളെയും നന്നായിട്ട് മനസ്സിലായി. ഞങ്ങളിൽ ആരെങ്കിലും ഒരാൾ ഇന്ന് പോകുമോ ഇല്ലയോ എന്നൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ല. പക്ഷേ ഞങ്ങൾ ഇന്നലെ ലിവിങ് റൂമിലാണ് കിടന്നത്, ഒരുമിച്ച് ബ്ലാങ്കറ്റൊക്കെ വിരിച്ചിട്ട്. ഒരു ബോണ്ടുണ്ട്. ചില റിലേഷൻ അങ്ങനെയാണ്, നമ്മൾ പോലും അറിയാതെ നമ്മളുടെ അടുത്തേക്ക് അത് വരും. അതുപോലെ ആദില പറയുന്നുണ്ട്, എൻ്റെ ഹൃദയം അവളുടെ അടുത്ത് സേഫ് ആണെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഹൃദയം അവൾക്ക് കൊടുക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ പറയുമ്പോൾ നമ്മുടെ അനുമോളുടെ ഫേസ് ഒക്കെ വല്ലാണ്ട് വാടുന്നുണ്ട്, നെർവസ് ആവുന്നുണ്ട്, സന്തോഷം കൊണ്ട് ഭയങ്കരമായിട്ട് കണ്ണീരൊക്കെ വരുന്നുണ്ട്. വല്ലാത്തൊരു ഫേസ് ആയിരുന്നു. അപ്പോൾ നമ്മുടെ ലാലേട്ടൻ ചോദിച്ചു, എന്ത് പറ്റി അനുമോൾ, പെട്ടെന്ന് എന്ത് പറ്റി? അപ്പോൾ അനുമോൾ പറയാണ്, ലാലേട്ട സന്തോഷമാണ്, ആർക്കായാലും ഇതൊക്കെ കേൾക്കുമ്പോൾ സന്തോഷം തോന്നിക്കത്തില്ലേ? അപ്പോൾ അവരിങ്ങനെ രണ്ടുപേരോട് കെട്ടിപ്പിടിച്ചു. അപ്പോൾ ലാലേട്ടൻ പറഞ്ഞു, എന്തോരം വഴക്കുണ്ടാക്കിയ ആൾക്കാരാണ്, ഇത് കണ്ടിട്ട് എൻ്റെ പോലും കണ്ണ് നിറയുന്നു, എനിക്ക് നല്ല വിഷമം തോന്നുന്നുണ്ട്, എന്തായാലും വളരെ നല്ല കാര്യം എന്നൊക്കെ പറഞ്ഞിട്ട്, അത് ലാലേട്ടൻ്റെ ഹൃദയത്തിൽ നിന്ന് വന്ന വാക്കുകളാട്ടോ. അത് പറഞ്ഞിട്ട് ലാലേട്ടൻ ആത്മാർത്ഥമായിട്ടൊരു കയ്യടി കൊടുക്കുന്നുണ്ട്. എന്തായാലും അവരുടെ ആ ഫ്രണ്ട്ഷിപ്പ് കണ്ടപ്പോൾ ലാലേട്ടന് വരെ കരച്ചിൽ വന്നു. സത്യം പറഞ്ഞാൽ കണ്ടപ്പോൾ ആരുടെ മനസ്സാണെങ്കിലും ഒന്ന് വേദനിക്കും. കാരണം ഒരുമിച്ച് 100 ദിവസം നിന്ന് അല്ലെങ്കിൽ ഒരു 91 ദിവസം നിന്ന ആൾക്കാരല്ലേ, എത്ര വഴക്കുണ്ടാക്കിയാലും അവർ പിന്നെയും അടുക്കും. അതേപോലെ അനുമോള് പറയുന്നുണ്ടായിരുന്നു പില്ലോ കൊടുത്ത സമയത്ത്, ഞങ്ങൾക്ക് തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് ലാലേട്ട, അതറിയാം, എന്നാലും ഞങ്ങളത് പറഞ്ഞ് മനസ്സിലാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും തിരുത്തി ഞങ്ങൾ ഒരുമിച്ച് അടുക്കാൻ എപ്പോഴും നോക്കാറുണ്ട്. അവൾ എൻ്റെ കുറ്റവും എൻ്റെ കുറവുകളും പറഞ്ഞു തരും, ഞാനും തിരിച്ച് അതുപോലെ ചെയ്യാറുണ്ട്. അപ്പോൾ ലാലേട്ടൻ പറഞ്ഞു, അങ്ങനെയാണ് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞാൽ, അങ്ങനെയാണ് നമ്മൾ പരസ്പരം നമ്മുടെ തെറ്റുകുറ്റങ്ങൾ മനസ്സിലാക്കി വേണം നമ്മൾ സ്നേഹിക്കാൻ.